എന്നാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആരാധനാക്രമ വർഷാചരണത്തിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വിവിധ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരാധനാക്രമ ആധ്യാത്മികതയുടെ അവിഭാജ്യ ഘടകങ്ങളായ നോമ്പ്, ഉപവാസം, വർജന എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നാം ഈ ക്ലാസ്സിലൂടെ പരിശ്രമിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആരാധനാ ജീവിതത്തിലും നോമ്പിനും ഉപവാസത്തിനും വർജനയ്ക്കും അതുല്യ സ്ഥാനമാണുള്ളത്. സത്യത്തിൽ നമ്മുടെ ആരാധനാ ജീവിതം നോമ്പുകളെ ചുറ്റിപ്പറ്റിയാണെന്ന് പറയാം. നോമ്പ് ദിവസങ്ങളായി ഔദ്യോഗികമായി 114 ദിവസങ്ങളും ഇവ കൂടാതെ വർജനാ ദിനങ്ങളായി ഏതാണ്ട് 45 ദിനങ്ങളും നാം സഭയായി ആചരിച്ചു വരുന്നുണ്ട്. നോമ്പാചരണത്തെ സംബന്ധിച്ച ചില പൊതുവായ ധാരണകൾ നമ്മൾ നിലനിർത്തി പോരുന്നവരാണ്. ഒന്നാമതായി, നോമ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് സസ്യേതര ഭക്ഷണത്തിൻ്റെ വർജനമാണ്. ചില ഭക്ഷണ സാധനങ്ങളുടെ വർജനവും നിയന്ത്രണവുമാണ് നോമ്പിൻ്റെ പ്രധാന കാര്യപരിപാടി എന്നൊരു ചിന്ത നമ്മുടെ ഇടയിൽ സജീവമാണ്. രണ്ടാമതായി, ശാരീരിക മാനസിക ആനന്ദങ്ങൾ നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്ത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തി വരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. നോമ്പ് കാലത്തെ പ്രത്യേകമായ പ്രാർത്ഥനകൾ, കുമ്പിടിയിൽ അതുപോലെയുള്ള ആരാധനാ സംബന്ധമായ ക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതും നോമ്പിൻ്റെ ഒരു പ്രധാന ഘടകമെന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരുവൻ്റെ വിശ്വാസ ജീവിതം മാറ്റുരച്ചു നോക്കുവാനും ത്യാഗത്തിൻ്റെ വഴിയിൽ നടക്കുവാനുമുള്ള അവസരമാണ് നോമ്പുകാലം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പാപത്തെ വേരോടെ ഉന്മൂലനം ചെയ്ത് ദൈവജനത്തെ മാനസാന്തരത്തിലേക്കും ഹൃദയവിശുദ്ധിയിലേക്കും ആനയിക്കുവാനുള്ള അവസരമാണ് നോമ്പുകാലം ഒരുക്കുന്നത്. നോമ്പുകാലം അനുതാപത്തിലേക്കും ആത്മപരിത്യാഗത്തിലേക്കുമുള്ള നമ്മുടെ യാത്രയാണ്. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ഈ കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര പ്രവർത്തികൾ എന്നിവയാണ് അനുതാപത്തിനും മാനസാന്തരത്തിനുമുള്ള ഫലപ്രദമായ മാർഗങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആധ്യാത്മികവും ശാരീരികവുമായ വിശുദ്ധീകരണത്തിനും രൂപാന്തരീകരണത്തിനും നോമ്പുകാലം നമ്മെ ഏറെ സഹായിക്കുന്നു. യേശുവിൻ്റെ ഉപവാസത്തെ അനുകരിച്ച് ദുഷ്ടശക്തികൾക്കെതിരായുള്ള പോരാട്ടവും അതിൽ വിജയം നേടുവാനുള്ള ആത്മീയ ശക്തിയും നാം സംഭരിക്കുന്നതും ഈ നോമ്പുകാലത്തിലൂടെയാണ്. ലൗകിക സന്തോഷങ്ങളെ ഉപേക്ഷിച്ച് യേശുവിലേക്ക് തിരിയുവാൻ നോമ്പുകാലം സത്യത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവവുമായി, യേശുവുമായി താതാത്മ്യപ്പെടുവാൻ ഈ നോമ്പുകാലം നമുക്ക് ആത്മീയ പ്രചോദനം നൽകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലത്തെ സംബന്ധിക്കുന്ന സഭ വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ. ഈ നോമ്പിൻ്റെ അതുപോലെ ഉപവാസത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പ്രതിപാദിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും 10 കൽപ്പനകൾ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമായി മോശ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ലെന്ന് പുറപ്പാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം തിരുവചനം. ഫിലിസ്തീനയുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇസ്രായേൽ ജനത ദിവസം മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി ഉപവസിക്കുകയും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്തു എന്ന് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം
6 തിരുവചനത്തിൽ നാം വായിക്കുന്നു. നാബോത്തിനെതിരായി ചെയ്ത തെറ്റിനെ ഓർത്ത് ആഹാബ് രാജാവ് മനസ്തപിക്കുകയും ചാക്കുടുത്ത് ഉപവസിക്കുകയും ചെയ്തു എന്ന് രാജാക്കന്മാരുടെ 1 പുസ്തകം 21 അധ്യായം 27 തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിഞ്ഞ രാജാവിൻ്റെ പ്രാർത്ഥന വഴി ദാനിയേലിനെ സിംഹങ്ങൾ ഉപദ്രവിച്ചില്ല എന്ന കാര്യം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 18 തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനതയുടെ നാശം മുൻകൂട്ടി കാണുന്ന എസ്തർ രാജ്ഞി 3 രാത്രിയും 3 പകലും ഉപവാസം പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് എസ്തറിന്റെ പുസ്തകം 12 അധ്യായം 16 തിരുവചനത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എലിയ പ്രവാചകൻ 40 രാവും 40 പകലും ഉപവാസത്തിൽ ഹോറേബിലെത്തി എന്ന കാര്യം രാജാക്കന്മാരുടെ 1 പുസ്തകം 19 അധ്യായം 18 തിരുവചനത്തിൽ കാണുന്നു. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും തങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി ഉപവാസം പ്രഖ്യാപിക്കുകയും തൽഫലമായി അവർക്ക് ദൈവം സംരക്ഷണം നൽകുകയും ചെയ്തു എന്ന് എസ്രായുടെ പുസ്തകം 8 അധ്യായം 21 തിരുവചനം പറയുന്നു. നിനിവേ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് അവിടെയുള്ളവർ ഉപവാസം പ്രഖ്യാപിക്കുകയും നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് യോനാ പ്രവാചകന്റെ പുസ്തകം അടിവരയിട്ട് പറയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജിയുമായ അന്ന പ്രവാചിക രാപകൽ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിനെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംദാന താപസ ജീവിതമാണ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് സുവിശേഷങ്ങൾ ഒരുപോലെ സാക്ഷ്യം നൽകുന്നു. നമ്മുടെ കർത്താവ് 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിച്ചതിനെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളിൽ കൃത്യമായ രേഖപ്പെടുത്തൽ നമ്മൾ കാണുന്നു. രഹസ്യമായി ഉപവസിക്കുന്നത് ഉചിതമാണെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നു. എന്തെന്നാൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അതിൻ്റെ പ്രതിഫലം തരും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമായ തൻ്റെ പ്രബോധനത്തിൽ കർത്താവ് വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. പിശാചുബാധിതനെ സുഖപ്പെടുത്താൻ കഴിയാതെ വരുന്ന ഘട്ടത്തിൽ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ പിശാചുക്കളെ പുറത്താക്കാൻ കഴിയുകയില്ലെന്ന് ഈശോ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 28 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. സാവൂളിൻ്റെ മാനസാന്തരത്തിന് ശേഷം 3 ദിവസത്തേക്ക് അദ്ദേഹം ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ലെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9 അധ്യായം 9 തിരുവചനം. ഇവിടെയെല്ലാം നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പൊരുളും ശക്തിയും നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്ന ഗ്രന്ഥഭാഗങ്ങളും സംഭവങ്ങളുമാണ് നാം മനസ്സിലാക്കുന്നത്. ഈ നോമ്പാചരണത്തെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ വ്യക്തമായ പഠിപ്പിക്കലുകളുണ്ട്. ക്രൈസ്തവ സഭയിൽ നോമ്പ് എങ്ങനെ ആയിരിക്കണമെന്ന് പിതാക്കന്മാർ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ നിരീക്ഷണങ്ങളും ചിന്തകളും പ്രബോധനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന ചിന്തകളായതിനാൽ ഇന്നും വളരെ ശ്രദ്ധാർഹമാണ്. പിതാക്കന്മാരുടെ വീക്ഷണത്തിൽ നോമ്പ് ലക്ഷ്യമിടുന്നത് മനുഷ്യൻ്റെ വിമോചനമാണ്. അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് അതിൽ തന്നെ ആത്മസംതൃപ്തി നേടുക നോമ്പിൻ്റെ ലക്ഷ്യമായി നാം പരിമിതപ്പെടുത്തരുത്. ഓരോ വ്യക്തിയെയും അടിമത്തത്തിൽ എത്തിച്ചിരിക്കുന്ന ആസക്തികളിൽ നിന്നുള്ള മോചനമാണ് നോമ്പിൻ്റെ പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം. നോമ്പാചരണത്തെ ആദരണീയമാക്കുന്നത് ഭക്ഷണവർജനമല്ല, പാപജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലാണ്. ഇവിടെ ഭക്ഷണ നിയന്ത്രണവും വർജനവും അനുഷ്ഠാന ക്രിയകളുമെല്ലാം പാപജീവിതത്തിൽ നിന്നുള്ള വിടപറയൽ പ്രക്രിയയ്ക്ക് സഹായകമായി തീരുന്നു എന്നുള്ളതാണ്. അമിതമായ ഭക്ഷണപാനീയ ഉപഭോഗങ്ങൾ മനുഷ്യനെ ആസക്തിയിലേക്ക് നയിച്ച് അടിമത്തം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. ഇത് നോമ്പിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ജീവിത പരിവർത്തനമാണ് ഇതിൻ്റെ
പ്രധാനപ്പെട്ട ലക്ഷ്യം. നോമ്പ് അടിസ്ഥാനപരമായി തിന്മയോടുള്ള ഒരു ആത്മീയ പോരാട്ടമാണ്, സ്പിരിച്വൽ വാർഫയർ. നമ്മുടെ ലക്ഷ്യം ഈ പോരാട്ടത്തിലുള്ള അന്തിമമായ വിജയവും ആന്തരികമായ സ്വാതന്ത്ര്യവുമാണ്. നോമ്പ് ഭക്ഷണ നിയന്ത്രണാധിഷ്ഠിതമായി ആചരിക്കുന്നത് ബാഹ്യമായ അനുഷ്ഠാനം മാത്രമായി പരിണമിക്കുന്നു. ഇവിടെ പാപത്തിൽ നിന്നുള്ള അകൽച്ച മാത്രമല്ല നടക്കേണ്ടത്, ആസക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാകലും പോരാ. ഇവയെല്ലാം പരസ്നേഹത്തിലേക്കും വിശ്വാസിയെ നയിക്കണമെന്ന് പിതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നു. പിതാക്കന്മാർ പറയുന്നു, നിന്റെ ഭക്ഷണമേശയിൽ സാധനങ്ങളുടെ എണ്ണവും സമൃദ്ധിയും കുറഞ്ഞാൽ മാത്രം പോരാ, പ്രത്യുത അവ ദരിദ്രന്റെ ഭക്ഷണമേശയിൽ പ്രത്യക്ഷപ്പെടുകയും വേണം. ഭക്ഷണം കഴിക്കാതിരിക്കുകയും സഹോദരനോട് അനീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ നാം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. നടക്കേണ്ടത് ബാഹ്യ ആചാരങ്ങളുടെ കർശനമായ അനുഷ്ഠാനമല്ല, പ്രത്യുത മനുഷ്യ മനസ്സിൻ്റെ മൃദുലീകരണമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് വിനയവും അനുതാപവുമുള്ള മനസ്സാണ്. സഹോദരങ്ങളോടുള്ള രമ്യതയിലേക്കും സ്നേഹത്തിലേക്കും നോമ്പ് നമ്മെ നയിക്കണം എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അന്ന് നിലനിന്നിരുന്ന നോമ്പനുഷ്ഠാന രീതികളെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. നോമ്പനുഷ്ഠാനത്തിൽ നടക്കേണ്ട നീതിയും ന്യായവും അവഗണിക്കപ്പെടുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നമ്മൾ വായിക്കുന്നവരാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നോമ്പാചരണ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രകടനപരതയെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നോമ്പ് ശരിയായ രീതിയിലാണോ എന്നതിൻ്റെ പ്രാഥമിക മാനദണ്ഡം ഭക്ഷണവർജനമല്ല, ജീവിതത്തിൽ നിന്ന് തിന്മകളെ നമ്മൾ എന്നേക്കുമായി അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം ഇപ്രകാരം പറയുന്നു, നോമ്പുകാലങ്ങളിൽ നാവ് വ്യർത്ഥഭാഷണങ്ങളിൽ നിന്നും, അധരങ്ങൾ പരദൂഷണത്തിൽ നിന്നും, സംസാരം അപരനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്നും പിന്തിരിയട്ടെ. നോമ്പാചരിക്കുമ്പോൾ ശരീരാവയവങ്ങളുടെ വ്യാപാരങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. ഇന്ദ്രിയങ്ങൾ നിയന്ത്രണ വിധേയമായിരിക്കണം, കരങ്ങൾ ചൂഷണത്തിൽ നിന്നും, പാദങ്ങൾ തെറ്റായ പാതകളിൽ നിന്നും, കണ്ണുകൾ പാപജന്യമായ ദൃശ്യങ്ങളിൽ നിന്നും പിന്തിരിയണം. ഭക്ഷണ നിയന്ത്രണം പോലെ ഉപവാസ ദിനത്തിൽ സംസാര നിയന്ത്രണം ആവശ്യമാണ്. സംസാരത്തിലുണ്ടാകുന്ന എല്ലാ തിന്മകളും പാപങ്ങളും ഉപേക്ഷിക്കണം. വിശുദ്ധ ബസേലിയോസ് ഇപ്രകാരം പറയുന്നു, നീ മാംസം ഭക്ഷിക്കാതിരിക്കുകയും വിമർശനവും അപവാദങ്ങളുമായി നിന്റെ സഹോദരനെ വിഴുങ്ങുകയും ചെയ്താൽ നീ അനുഷ്ഠിക്കുന്ന നോമ്പിന് പ്രയോജനമുണ്ടാകുവാനിടയില്ല. നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യമാണ് ഉപവാസത്തിൻ്റെ ലക്ഷ്യമായി പിതാക്കന്മാർ കാണുന്നത്. വിശുദ്ധ അപ്രേമിനെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എന്നത് തിന്മയ്ക്കെതിരായ ശക്തമായ ആയുധമാണ്. മാബൂക്കിലെ ഫീലക്സീനോസ് എന്ന സഭാപിതാവ് ഉപവാസവും വർജനയും ക്രിസ്തീയ ജീവിതമാകുന്ന കൃഷിഭൂമിയിലെ 2 പുണ്യങ്ങളാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മുട്ടുകുത്തലും സാഷ്ടാംഗ പ്രണാമവും കുമ്പിടിയിലുമെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ നാം കാരുണ്യം അപേക്ഷിക്കുന്നതിൻ്റെയും പാപപരിഹാരം യാചിക്കുന്നതിൻ്റെയും അടയാളമാണ്. ആദിമ ക്രൈസ്തവര് ഉപവാസത്തിനും നോമ്പിനും പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്ക് അറിയാം. വളരെ പ്രത്യേകമായി ബുധൻ വെള്ളി ദിവസങ്ങൾ അവർ ഉപവസിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബുധൻ വെള്ളി ദിവസങ്ങൾ അവർക്ക് അനുതാപത്തിന്റെ ദിവസങ്ങളായിരുന്നു. ബുധൻ കർത്താവിനെ വധിക്കുന്നതിന് തീരുമാനിച്ച ദിനം എന്നുള്ള നിലയിലും വെള്ളി കർത്താവിനെ ക്രൂശിച്ച ദിനം എന്നുള്ള നിലയിലും പെനിറ്റൻഷ്യൽ ഡേയ്സ് ആയി അവർ ആചരിച്ചിരുന്നു. വിശുദ്ധ അപ്രേം ഉപവാസം എന്നത് പ്രലോഭനത്തിനെതിരെ പൊരുതുന്ന സമയമായി പഠിപ്പിക്കുന്നു. അരൂപിയുടെ ഫലങ്ങൾ നാം സ്വീകരിക്കുന്നതും ഉപവാസത്തിൻ്റെ വേളയിലാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ഉപവാസം വഴി നാം ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. മാബൂക്കിലെ ഫീലക്സീനോസ് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു, ഭക്ഷ്യവസ്തുക്കളുടെ
വർജനം വഴി നാം നമ്മുടെ ഉദരമടയ്ക്കുകയും ദൈവാരൂപിയുടെ വിഭവങ്ങൾ സ്വീകരിക്കാൻ മറ്റൊരു ഉദരം തുറക്കുകയും ചെയ്യുന്നു. ഉപവാസം കാരുണ്യപ്രവൃത്തി കൊണ്ട് സമ്പന്നമാകണം. പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം, വർജന ഇവയെല്ലാം ഒരുമിച്ച് പോകേണ്ടവയാണ്. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഇവ മൂന്നും ഒരു ഞെട്ടിലെ മൂന്നിലകളാണ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം നോമ്പനുഷ്ഠാനത്തെ സംബന്ധിക്കുന്ന കൃത്യമായ പഠിപ്പിക്കലുകൾ സഭാപിതാക്കന്മാർ കാലാകാലങ്ങളിൽ നമുക്ക് നൽകുന്നു എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് ഓർക്കാം. സഭ നിഷ്കർഷിക്കുന്ന നോമ്പുകളെ സംബന്ധിച്ചാണ് അടുത്ത് നാം കാണുന്നത്. പ്രധാനമായും 3 കാനോനിക നോമ്പുകളാണ് വിശ്വാസികൾ ഒരുക്കത്തോടും ഭക്തിയോടും ഗൗരവമായും ആചരിക്കണമെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നത്. ഒന്നാമതായി 3 നോമ്പ്, നിനുവാക്കാരുടെ അപേക്ഷയെന്നും നിനുവ നോമ്പെന്നും പ്രത്യേകമായി ഈ 3 ദിവസത്തെ നോമ്പ് 3 നോമ്പ് അറിയപ്പെടുന്നു. വലിയ നോമ്പിൻ്റെ ഒരുക്കമായും ഒരു പരിശീലന ഘട്ടമായിട്ടും സഭയിൽ ഈ നോമ്പ് കരുതിപ്പോരുന്നു എന്നുള്ളതാണ്. ഈ 3 നോമ്പ് കഴിയുമ്പോൾ 18 ദിവസങ്ങൾക്ക് ശേഷം വലിയ നോമ്പ് സഭയിൽ ആരംഭിക്കുകയാണ്. നിനുവ പട്ടണത്തിൽ യോനാ ദീർഘദർശി നടത്തിയ പ്രസംഗവും അതിനെ തുടർന്ന് അവർക്കുണ്ടായ മാനസാന്തരവും വളരെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് പഴയ നിയമ പശ്ചാത്തലത്തിൽ സഭയിൽ ഇന്നും ആചരിച്ചു പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് 3 നോമ്പ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരേ ഒരു നോമ്പും ഇത് മാത്രമാണ് എന്നത് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഒരു സവിശേഷതയാണ്. രണ്ടാമതായി 25 നോമ്പ്, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ഒരുക്കമായി നാം ആചരിക്കുന്ന നോമ്പാണിത്. 25 ദിവസങ്ങൾ നോമ്പ് ആചരിക്കുന്നതിലൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുവാനുള്ള ഒരുക്കം നമ്മൾ നടത്തുകയാണ്. ഇതിനു ശേഷമുള്ളത് വലിയ നോമ്പാണ്. സഭയിൽ വളരെ ദീർഘമായ ഒരു നോമ്പാചരണം നടക്കുന്നത് വലിയ നോമ്പ് കാലഘട്ടത്തിലാണ്. 50 നോമ്പെന്നും ഈ നോമ്പ് അറിയപ്പെടുന്നു. ശുഭക്കോനോ ശുശ്രൂഷയോടുകൂടി ആരംഭിക്കുന്ന ഈ നോമ്പ് എല്ലാവരും രമ്യതയിലും സ്നേഹത്തിലും ഐക്യത്തിലും ഈ നോമ്പിലേക്ക് പ്രവേശിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്ന ഒരു നോമ്പാചരണമാണ്. ശുഭക്കോനോ ശുശ്രൂഷ വഴി ഈ ഒരു അരൂപിയിലേക്ക് പ്രവേശിച്ച് യേശുവിൻ്റെ 40 രാവും 40 പകലുമുള്ള ദീർഘമായ ഉപവാസത്തെ അനുസ്മരിപ്പിക്കുന്ന 40-ാം വെള്ളി വരെയുള്ള നോമ്പാചരണത്തെ തുടർന്ന് 10 ദിനങ്ങൾ തീവ്രമായ നോമ്പനുഭവത്തിലേക്ക് സഭ പ്രവേശിക്കും. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഖബറടക്കവും നമ്മൾ പ്രത്യേകമായി ധ്യാന വിഷയമാക്കുന്ന ഹാശ ആഴ്ചയിലെ പരമപ്രധാനമായ ദിനങ്ങൾ നമുക്ക് 50 നോമ്പിൻ്റെ ഭാഗമാണ്. ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരുക്കമായിട്ടാണ് ഈ നോമ്പ് സഭയിൽ ആചരിക്കുന്നത്. 6 ഞായറാഴ്ചകളിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് വളരെ പ്രത്യേകമായി സഭയിൽ ധ്യാനങ്ങൾ നടത്തി നമ്മൾ ഒരുക്കത്തോടുകൂടെ ഈ നോമ്പിലൂടെ കടന്നുപോയി യേശുവിൻ്റെ ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിൽ ഈ നോമ്പ് സഭയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 3 നോമ്പുകൾ കൂടാതെ ഭക്തിപരമായി ആചരിക്കണമെന്ന് സഭ നിർദ്ദേശിച്ചിരിക്കുന്ന 4 നോമ്പുകൾ കൂടിയുണ്ട്. ഒന്നാമത് 13 നോമ്പാണ്. ശ്ലീഹ നോമ്പെന്നും ഈ നോമ്പ് അറിയപ്പെടുന്നു. ജൂൺ മാസം 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള 13 ദിനങ്ങളാണ് ഈ നോമ്പാചരണം നടക്കുന്നത്. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പെരുന്നാളോടുകൂടി ഈ നോമ്പാചരണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയും ചെയ്യും. മറ്റൊരു നോമ്പ് 15 നോമ്പാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി സഭയിൽ ആചരിക്കപ്പെടുന്ന നോമ്പാണ്.
ഈ നോമ്പാചരണം സഭയിൽ ആരംഭിക്കുന്നൊരു കാലത്ത് 15 ദിവസങ്ങളായിരുന്നില്ല, അതിലധികമായ ദിനങ്ങൾ ഒരുക്കത്തോടുകൂടി നടത്തിയിരുന്ന ഒരു നോമ്പാണ്. കാലക്രമേണ അത് 15 ദിവസങ്ങളായി പരിമിതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ നോമ്പ് ഭക്തിപരമായി ഏറെ വ്യക്തികൾ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം തേടിക്കൊണ്ട് നടത്തുന്ന ഒരു നോമ്പാണ്. 8 നോമ്പ് നമ്മുടെ സഭയിൽ ഭക്തിപരമായി ആചരിക്കപ്പെടുന്ന മറ്റൊരു നോമ്പാണ്. വളരെ പ്രത്യേകമായി കേരളീയ പശ്ചാത്തലത്തിൽ നമ്മുടെ അമ്മമാർ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ മധ്യസ്ഥതയിൽ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായി ഈ നോമ്പ് കാലാകാലങ്ങളായി ആചരിച്ചു പോരുന്നു. ഇവ കൂടാതെ മാർ ഇവാനിയോസ് നോമ്പ് നമ്മുടെ സഭയിൽ നാം ഇന്ന് ഒരു മനസ്സോടെ ആചരിക്കുന്ന നോമ്പാണ്. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തായുടെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾക്ക് ആത്മീയ സഹായം നൽകുന്നതിലേക്കായി നമ്മളെല്ലാവരും ഭക്തിയോടെ ആചരിക്കുന്നൊരു നോമ്പാണ്. കാനോനികമായ നിർബന്ധങ്ങളില്ല എങ്കിൽ പോലും ഈ നോമ്പ് ഇന്ന് സഭയിൽ ഏറ്റവും ഭംഗിയായി നാം എല്ലാവരും ആചരിച്ച് വരുന്നു. ഇതുകൂടാതെ ബുധൻ വെള്ളി ദിനങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെ അനുകരിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യവും നമ്മുടെ ഇടയിലുണ്ട്. അത് ആ വിധത്തിൽ തന്നെ ആചരിക്കുന്ന അനേക വിശ്വാസികൾ നമുക്കുണ്ട് എന്നത് വളരെ അഭിമാനകരമാണ്. ഈ നോമ്പ് കാലത്തെ വർജനയെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് സഭ നൽകുന്നുണ്ട്. നോമ്പ് കാലത്ത് സസ്യേതര ഭക്ഷണത്തിൻ്റെ വർജനം സഭ നിഷ്കർഷിക്കുന്നു. 3 നോമ്പിൽ മത്സ്യവും മാംസവും പൂർണ്ണമായി നാം വർജിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. 25 നോമ്പിൽ നാം മാംസം പൂർണ്ണമായി വർജിക്കുന്നു. വലിയ നോമ്പ് കാലഘട്ടത്തിൽ നാം മാംസം വർജിക്കുന്നു. അതുകൂടാതെ 40-ാം വെള്ളിയാഴ്ച മുതൽ ഉദ്ധാന പെരുന്നാൾ വരെയുള്ള ദിനങ്ങളിൽ നമ്മൾ മത്സ്യവും പൂർണ്ണമായി വർജിക്കുന്നു. ദുഃഖവെള്ളിയിൽ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ വർജന നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമായി നമ്മുടെ ആരാധനാ ജീവിതത്തിൽ മാറുകയാണ്. അതോടൊപ്പം സഭ ഉപവസിക്കണമെന്ന് നമ്മളോട് വ്യക്തമായി ആഹ്വാനം ചെയ്യുന്ന ദിനങ്ങളുണ്ട്. വലിയ നോമ്പ് ആരംഭിക്കുന്ന ശുഭക്കോനോ തിങ്കളാഴ്ചയും അതുപോലെ 40-ാം വെള്ളി ഒഴികെയുള്ള മറ്റെല്ലാ വെള്ളിയാഴ്ചകളിലും നാം ഒരു നേരമെങ്കിലും ഉപവസിക്കണമെന്ന് നമ്മുടെ സഭ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപവസിക്കുക എന്നാൽ ഭക്ഷണവർജനം മാത്രമല്ല, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിക്കുകയും അതിനെ തുടർന്ന് ഉപവാസത്തിൻ്റെ അരൂപിയിൽ തന്നെ നമ്മൾ ദാനധർമ്മം നടത്തുകയും ചെയ്യണം എന്നാണ് സഭ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നോമ്പുകാലം അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാലമായതുകൊണ്ട് 3 നോമ്പിലും 25 നോമ്പിലും 50 നോമ്പിലും അതുപോലെ കാത്തിരിപ്പിൻ്റെ കാലത്തും സഭ വിവാഹവും വിവാഹ സൽക്കാരങ്ങളും നിരോധിച്ചിരിക്കുന്നു എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ ഇത് അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും സമയമാകുന്നു എന്നുള്ളതാണ്. ഈ വിധത്തിൽ സഭ നോമ്പുകളെ മനസ്സിലാക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ നോമ്പുകാലത്തെ എല്ലാ പ്രാർത്ഥനകളും അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നോമ്പും പ്രാർത്ഥനയും നമ്മുടെ ആരാധനാക്രമത്തിൽ വളരെ പ്രത്യേകമായി 3 നോമ്പിൻ്റെയും വലിയ നോമ്പിൻ്റെയും പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും വ്യക്തമാക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പിനെ സംബന്ധിച്ച് നമ്മുടെ ആരാധനാക്രമം നോമ്പാചരണത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും നമ്മളോട് പറയുന്ന ചില പ്രാർത്ഥനകളുണ്ട്. വലിയ നോമ്പിലെ പ്രാർത്ഥനാക്രമം
83-ാമത്തെ പേജിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കും: നോമ്പ് നല്ലതാണ്, എന്നാൽ ഒരുവൻ സ്നേഹം കൂടാതെ നോമ്പ് നോറ്റാൽ അവൻ്റെ വ്രതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രാർത്ഥന നല്ലതാണ്, എന്നാൽ സ്നേഹം അതിനെ കരയേറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചിറക് ബലഹീനമത്രേ. വലിയ നോമ്പിലെ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം വായിക്കും: ശുദ്ധമുള്ള നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ ദുഷ്ടനു നേരെ തോൽക്കാത്ത ആയുധവുമാണ്. നോമ്പ് സ്വർഗത്തിലേക്ക് കരയേറുവാനുള്ള ഗോവേണിയും പ്രാർത്ഥന സ്വർഗത്തിൻ്റെ താക്കോലുമാണ്. അലസന്മാരെ എഴുന്നേൽപ്പിൻ, പോരാട്ടത്തിൽ മടുക്കരുതേ, നോമ്പിൽ ജാഗ്രതയായി ജീവൻ നേടാനായി യത്നിപ്പിൻ. ഇപ്രകാരം നോമ്പുമായി ബന്ധപ്പെട്ട്, നോമ്പാചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ ഫലങ്ങളെയും ഫലപ്രദമായ നോമ്പാചരണത്തെയും സംബന്ധിച്ച് നമ്മുടെ പ്രാർത്ഥന ക്രമം വളരെ കൃത്യമായ അറിവും മാർഗനിർദ്ദേശവും നമുക്ക് നൽകുന്നു എന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ധനമാണ്. നോമ്പുകളെ സംബന്ധിച്ചും വർജനയും ഉപവാസവും സംബന്ധിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകളും സഭയിൽ അതിന് നൽകപ്പെട്ടിരിക്കുന്ന അതുല്യമായ സ്ഥാനവും മനസ്സിലാക്കുന്നതിന് ഈ ക്ലാസ് ഉപകരിക്കും എന്ന പ്രത്യാശയോടുകൂടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.